ഞാൻ ഇന്ന് ഉണ്ടാക്കണതേ ഇറച്ചിപ്പത്തിരിയാണ്. അപ്പോൾ അതിനൊരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് അതിൽ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കട്ടോ. ഒരു കപ്പ് വെള്ളമാണ്, തിളപ്പിച്ച് ചൂടാറിയ വെള്ളമാണ്. അത് നമുക്കിത് പാകത്തിന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലത് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കുഴച്ചിട്ട് നമുക്ക് പാകത്തിലാക്കിയിട്ട് നമുക്ക് പരത്തിയിട്ട് വേണം ഇത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ. ചട്ടിപ്പത്തിരി അല്ല, ഇറച്ചിപ്പത്തിരി. അതിനെല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ട് നല്ല പാകത്തിന് നമ്മൾക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉരുട്ടി ക്ലിയറാക്കി കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ലേശം നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പം അതിൻ്റെ മുന്നേ നമ്മൾക്ക് ഇറച്ചിപ്പത്തിരിൻ്റെ മസാല ഒന്നും ഉണ്ടാക്കാണ്ട്, കുറച്ച് ഇറച്ചിയും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് മസാല ഉണ്ടാക്കാണ്ട്, അത് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് പരത്തിയിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഗ്യാസ് കത്തിച്ച് നമ്മൾ പാനൊന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് മതി. ഉള്ളി ചെറുതാക്കി വെട്ടിയതാണ് കേട്ടോ, ചെറുതാക്കി വെട്ടിയതാണ്, കുഞ്ഞു ഉള്ളിയാണ്. അത് നമുക്കതിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻസ് ഒക്കെ വിടണം, ബെൽ ബട്ടൺ അമർത്തണം. ഇത് കണ്ടിട്ട് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ നിങ്ങൾ അത് ഒഴിവാക്കരുത്. പലരും ഒഴിവാക്കിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുമാതിരി ഒഴിവാക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇടാനുള്ള ഇറച്ചി ഉണ്ടല്ലോ, ഇറച്ചിൻ്റെ ഇത് ഇടുന്നുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയത് കയ്യേറ്റ് നുള്ളിയിട്ട് ഇട്ടതാണ്. അപ്പോൾ അതേമാതിരി ചെയ്യുക കേട്ടോ. നല്ല വെന്തിട്ട് നല്ല മസാലയിൽ ഇട്ടിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി. വേറെ സെപ്പറേറ്റ് മസാല ഒന്നും ഇടണ്ട. അപ്പോൾ അത് ചെയ്തതിൻ്റെ ശേഷം ചെറിയ ചെറിയ നുള്ളി പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ പീസുകളാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ജീരകം പൊടിച്ച് ഇട്ട് കൊടുക്കുക, കുറച്ച് മതി. അത് നല്ല ഇളക്കി മിക്സ് ആക്കുന്നുണ്ട്. നമ്മൾ ചപ്പ് കഴിഞ്ഞ് വെച്ചതിൻ്റെ ഇടുന്നുണ്ട് കേട്ടോ. അതൊന്നാണ് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് പത്തിരി ഒന്ന് കട്ടിയിൽ പരത്തിയിട്ട് നമ്മൾക്ക് ഇത് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇതാക്കി ചെയ്തെടുക്കാം. നമ്മൾ പത്തിരി പോലെ പരത്തിയിട്ടുണ്ട് കേട്ടോ കനത്തിൽ. നമ്മൾക്ക് അതിൻ്റെ മേലെ മസാല ഇട്ട് കൊടുക്കാം. വേറൊരു പത്തിരി പരത്തിയിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്.
ഇത് പത്തിരി ഉണ്ടാക്കാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൈ പാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടുണ്ട് നല്ല ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാണ്. ഫ്രൈ പാനിൽ പൊരിക്കല്ല, ലേശം നമ്മൾ പാനിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്താൽ മതി. ഒന്ന് മറിച്ചിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല പാകമായി വന്നിങ്ങനെ, നമ്മൾ ഇനി എടുക്കാൻ പോവുകയാണ്. ഇനി ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കിയിട്ട് നല്ല ഇത് നോക്കുക. ഇത് പറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉഷാറായിട്ട് നമ്മൾ വിരുന്നുകാർക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ല പാകമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തുക, കമൻസൊക്കെ വിടുക. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പൊരിച്ച മാതിരിയല്ല, നമുക്ക് നല്ല ഉണങ്ങിയ മാതിരി ഇട്ടിട്ടുണ്ട്. അത് മെഴുക്കധികം കുടിക്കില്ല. അപ്പോൾ ഇതേമാതിരി ചെയ്തോളി. മറ്റേ ചട്ടിയിൽ മെഴുക്ക് ഒഴിച്ചിട്ട് എടുക്കുമ്പോൾ നമ്മൾക്ക് നല്ല എന്താവും, എണ്ണ കുടിക്കും. അപ്പോൾ നമ്മൾക്ക് എണ്ണ പറ്റാത്തവർക്ക് അത് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണ പറ്റാത്തവർക്ക് ഇതിനൊക്കെ നല്ല പാകമായിട്ട് ആണ് ഇത് വരിക. അപ്പോൾ അതേമാതിരി ചെയ്യുക. ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം.